ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയേണ്ട രണ്ട് സിനിമകളുടെ ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സൽമാൻ ഖാൻ നായകനെ എത്തിയ സിക്കന്ദർ കഴിഞ്ഞ ഞായറാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ. ഒരാഴ്ച തിയേറ്ററുകളിൽ പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ കണക്കുകൾ പുറത്തു വരുമ്പോൾ 187 കോടി 84 ലക്ഷത്തിന്റെ പോസ്റ്ററാണ് ഇന്ന് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ട്രാക്കേഴ്സ് കണക്കിൽ 161 കോടിയിൽ പരം വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത സിനിമ നിലവിൽ പരാജയത്തിന്റെ വക്കിലല്ല, പരാജയം ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയുടെ ബഡ്ജറ്റ് റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ സിനിമയിലെ സൽമാൻ ഖാന്റെ നായകന്റെ പ്രതിഫലം മാറ്റി നിർത്തിയാൽ സിനിമയ്ക്ക് 200 കോടി ബഡ്ജറ്റ് ഉണ്ട് എന്നും നായകന്റെ പ്രതിഫലം കൂടി കൂട്ടുകയാണെങ്കിൽ 250 കോടി രൂപ മുതൽ 300 കോടി ബഡ്ജറ്റ് ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഈദ് വിന്നർ പ്രതീക്ഷ തിയേറ്ററുകളിലേക്ക് എത്തിയ സിക്കന്ദർ ഈദിലെ ഏറ്റവും വലിയ പരാജയമായി മാറിയിരിക്കുന്നു. ഇനി വിക്രമിന്റെ ഈദ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ വീരാധീര സൂരൻ പാർട്ട് 2വിന്റെ ബഡ്ജറ്റ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ മികച്ച പ്രൊമോഷനോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ എന്നാൽ നമ്മുടെ എമ്പുരാനോടൊപ്പം ക്ലാഷ് റിലീസായിട്ടെത്തി നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടും അതിനൊത്ത കളക്ഷൻ നേടിയെടുക്കാനാവാതെ പോയ സിനിമയാണല്ലോ വീരാധീര സൂരൻ. സിനിമയ്ക്ക് 55 കോടി ബഡ്ജറ്റ് ഉണ്ട് എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ആ 55 കോടിയിലേക്ക് സിനിമ ഇന്നത്തോടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എത്തപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ 34 കോടി പിന്നിട്ടിരിക്കുന്നു. കേരള ഗ്രോസ് 3 കോടിയിലേക്ക് അടുക്കാനായിട്ട് ഒരുങ്ങുന്നു. ഒരു വലിയ ബ്രഹ്മാണ്ഡ സിനിമയോടൊപ്പം ക്ലാഷ് റിലീസ് വയ്ക്കുന്നതിന്റെ ഒരു ഗുണം എന്താണ് എന്ന അഭിലാഷം എന്ന സിനിമ കാണിച്ചു തന്നിരിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഇത് റിലീസായിട്ട് എമ്പുരാനോടൊപ്പം ക്ലാഷ് റിലീസായിട്ട് എത്തിയ സിനിമ ഇപ്പോഴത്തെ 43 ലക്ഷത്തിന് മുകളിൽ ട്രാക്കിംഗ് കളക്ഷൻ മാത്രം നേടിയെടുത്തിരിക്കുന്നു. ഇന്ന് 10 ലക്ഷത്തിനടുത്ത് കേരള ഗ്രോസ് ഉറപ്പാക്കിയ സിനിമയുടെ ആകെ കേരള ഗ്രോസ് ഇന്നത്തോടെ 80 ലക്ഷം കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫൈനൽ ഗ്രോസ് 1 കോടി എത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മുടെ ലാലേട്ടൻ സിനിമ എമ്പുരാനിലേക്ക് വരികയാണെങ്കിൽ എമ്പുരാൻ 250 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഇപ്പോഴത്തെ സിനിമയുടെ ഗൾഫിലെ മാത്രം ഡീറ്റെയിൽ കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഇന്നത്തോടെ 80 കോടി കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുന്ന സിനിമ ഇപ്പോഴത്തെ ഗൾഫിൽ മാത്രം 80 കോടി കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത്. UAE, സൗദി, ഒപ്പം തന്നെ GCC ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകളിലെ കളക്ഷൻ മാത്രം $9.35 മില്യൺ എത്തപ്പെട്ടിരിക്കുന്നു. അതായത് 80 കോടി ഗ്രോസിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ഫാർസി ഫിലിംസ് എല്ലാ വിദേശ രാജ്യങ്ങളിലുമായിട്ടാണ് 30 കോടി രൂപയ്ക്ക് സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കിയത്. ഇപ്പോഴത്തെ ഗൾഫ് കളക്ഷൻ മാത്രം നോക്കിയാൽ ഫാർസി ഫിലിംസിന് സിനിമ വലിയ ലാഭം നേടിക്കൊടുക്കുന്നു എന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. അപ്പോൾ എമ്പുരാൻ വലിയ വിജയമായി മാറിയിരിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾക്ക്.